എപ്പോഴും ദേഷ്യവും വാശിയും കാണിക്കുന്ന ചെക്കനായിരുന്നു ജപ്പു. അവന് ADHD എന്ന അസുഖമുള്ളതിനാലാണ് എപ്പോഴും ദേഷ്യവും വാശിയും കാണിക്കുന്നത്. ദുബായിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളായ ബാലുവും സ്റ്റെഫിയും ജോലി തിരക്കുകൾ കാരണം അവനെ പലപ്പോഴും മുറിയിൽ പൂട്ടിയിട്ടാണ് പുറത്തു പോകാറുള്ളത്. 3 മാസത്തെ വിസിറ്റ് വിസയിൽ വിദേശത്ത് ജോലി അന്വേഷിച്ചെത്തിയ അമീറിന് ജോലി കിട്ടാതിനാൽ മുറി വാടകയും ഭക്ഷണത്തിനുള്ള വകയും കണ്ടെത്താൻ കഴിയാതെ അവൻ കഷ്ടപ്പെടുന്നു. ഒരു ജോലി ഇന്റർവ്യൂവിന് ശേഷം അമീറിന് ജോലി ശരിയാകുന്നുണ്ടെങ്കിലും അത് ലഭിക്കാൻ മുൻകൂറായി പണം നൽകണമെന്ന് ഇന്റർവ്യൂ ചെയ്ത ആൾ ആവശ്യപ്പെടുന്നു. പണം കടം വാങ്ങാനായി അമീർ പോകുന്ന അഡ്രസ് ബാലുവിന്റെ ഫ്ളാറ്റിനടുത്തായിരുന്നു. ഈ സമയം സ്റ്റെഫി വീടിന്റെ താക്കോൽ പുറത്തുള്ള ഷൂ റാക്കിൽ വെച്ച് ഡ്യൂട്ടിക്ക് പോകുന്നത് അമീർ കാണുന്നു. നിവർത്തികേട് കൊണ്ട് പണം മോഷ്ടിക്കാമെന്ന് കരുതി അമീർ ഫ്ളാറ്റിനുള്ളിൽ കയറുന്നു. അവിടെ വെച്ച് അമീറിന്റെ കൈതട്ടി ജപ്പുവിന്റെ കളിപ്പാട്ടം താഴെ വീണ് പൊട്ടുകയും ശബ്ദം കേട്ട് ഉറക്കമുണർന്ന ജപ്പു വാശി പിടിച്ച് കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവനെ സമാധാനിപ്പിക്കാൻ കളിപ്പാട്ടം പശ വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അമീറിന്റെയും ജപ്പുവിന്റെയും കൈകൾ തമ്മിൽ ഒട്ടിപ്പോകുന്നു. കൈകൾ വേർപെടുത്താൻ കഴിയാത്തതിനാൽ അമീർ ജപ്പുവിനെ കൂട്ടി പുറത്തു പോകുന്നു. വാശി പിടിക്കുന്ന ജപ്പുവിന് അമീർ ബലൂൺ വാങ്ങി കൊടുക്കുകയും മൊബൈൽ ഫ്ലാഷ് വെളിച്ചത്തിൽ ചുവരിൽ രൂപങ്ങളുണ്ടാക്കി അവന് കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ജപ്പുവിനോട് ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാൽ അവർ തമ്മിൽ നല്ലൊരു ആത്മബന്ധം ഉണ്ടാകുന്നു. ഇതിനിടയിൽ തിരികെ ഫ്ളാറ്റിലെത്തുന്ന ബാലു കുട്ടിയെ കാണാതെ ആകെ പേടിക്കുന്നു. കുട്ടിയെ കാണാതാകുമ്പോഴാണ് തങ്ങൾ അവൻ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നും അവനോടുള്ള സ്നേഹവും മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. ഒടുവിൽ കടൽത്തീരത്ത് വെച്ച് ഉപ്പുവെള്ളം തട്ടി കയ്യിലെ പശ ഇളകി പോവുകയും അമീർ ജപ്പുവിനെ സുരക്ഷിതമായി ഫ്ളാറ്റിന് താഴെ കൊണ്ടുവിടുകയും ചെയ്യുന്നു. 1 വർഷത്തിനു ശേഷം അമീർ നല്ലൊരു ജോലി കിട്ടുകയും ബാലുവും സ്റ്റെഫിയും ജപ്പുവും അവരുടെ പുതിയ കുഞ്ഞുമായി അമീറിനെ കാണാൻ വരുന്നു. അവർ ഇപ്പോൾ കുട്ടിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത്.